റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള സമാധാന പാക്കേജ് വൈറ്റ് ഹൗസിൽ തയ്യാറായി വരുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യ കയ്യേറിയ ചില പ്രദേശങ്ങളും ആയുധങ്ങളും യുക്രൈന് വിട്ടുകൊടുക്കേണ്ടി വരും. റഷ്യ വിഷയത്തിൽ പ്രതികരിക്കാതെ വൈറ്റ് ഹൗസ് മൗനം പാലിക്കുന്നു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടുതൽ വിശദാംശങ്ങളുമായി മോർണിംഗ് ഷോയിൽ വരികയാണ് തത്സമയം. മധു, ഗുഡ് മോർണിംഗ്. മധു, ശരിക്കും നല്ലൊരു നീക്കമാണ് നടത്തുന്നെങ്കിലും ഇത് റഷ്യയിലെ പുടിൻ്റെ പെർമിഷൻ ഉണ്ടോ ഇതിനൊക്കെ? പുടിനുമായിട്ടും അതുപോലെ തന്നെ സെലൻസ്കിയുമായിട്ടും ചർച്ചകൾ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട്. SKN ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വൈറ്റ് ഹൗസിൽ ഇപ്പോൾ ഇവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമാധാന പാക്കേജ് യുക്രൈന് അത്ര സന്തോഷകരമായിരിക്കില്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതായത് SKN സൂചിപ്പിച്ചതുപോലെ റഷ്യ കയ്യേറിയ ചില പ്രദേശങ്ങളും അതുപോലെ ആയുധങ്ങളും ഒക്കെ ഈ പാക്കേജിന്റെ ഭാഗമായിട്ട് യുക്രൈന് വിട്ടുകൊടുക്കേണ്ടി വരും. ഇത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ അമേരിക്ക അറിയിച്ചും കഴിഞ്ഞിരിക്കുകയാണ്. യുക്രൈൻ സേനയുടെ വലിപ്പം കുറയ്ക്കുന്നത് പോലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഈ പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാക്കേജിലെ പ്രധാന ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കണമെന്ന് യുക്രൈനോട് വൈറ്റ് ഹൗസ് നിർബന്ധം പിടിക്കുന്നുമുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, യുക്രൈന്റെ കിഴക്കൻ മേഖലയിൽ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുകയാണ് റഷ്യ. അവരോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന യുക്രൈന് ഇപ്പോൾ കൂടുതൽ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നത് എത്രത്തോളം സാധ്യമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ യുക്രൈൻ സൈന്യം കട്ട് ഷോട്ട് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം വൈറ്റ് ഹൗസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടൻ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. ഇതിനു മുമ്പ് ഒരു 28 പോയിന്റ് പാക്കേജ് അമേരിക്ക തയ്യാറാക്കിയിരുന്നു. അത് വളരെ രഹസ്യമായിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ പുടിന്റെ പ്രധാന ഉപദേഷ്ടാവ് കിറിൽ ഡിമിട്രിയും തമ്മിൽ അടുത്ത ദിവസങ്ങളിൽ ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും ഈ രഹസ്യ ചർച്ചകളൊന്നും ഒരു ധാരണയിലെത്താതെ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ SKN ഇതുവരെ വൈറ്റ് ഹൗസ് ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചില്ല. SKN ഇപ്പോൾ വലിയ ഊരാക്കുടുക്കലില് സെലൻസ്കി പെട്ടിരിക്കുകയാണ്. ഈ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള യുക്രൈനിലെ ഏറ്റവും വലിയ അഴിമതി അന്വേഷണത്തിൽ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി കുടുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ക്ലോസ് സർക്കിളിലുള്ളവർ സർക്കാർ ഉടമസ്ഥയിലുള്ള ആണവ കമ്പനിയിൽ നിന്ന് $100 മില്യൺ തട്ടിയെടുത്ത് വെളുപ്പിച്ചതായിട്ടുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത്. സെലൻസ്കിയുടെ മുൻ ബിസിനസ് പാർട്ണർ ടിമൂർ ആണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റിയുടെ റിംഗ് ലീഡർ. നമ്മൾ ഇത് സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.